അധ്യായം 39. യഹോവ മോശയോട് കൽപ്പിച്ചതുപോലെ അവർ നീലനൂൽ, ധൂമ്രനൂൽ, ചുവപ്പുനൂൽ എന്നിവ കൊണ്ട് വിശുദ്ധ മന്ദിരത്തിലെ ശുശ്രൂഷയ്ക്കായി വിശേഷ വസ്ത്രവും അഹരോന് വിശുദ്ധ വസ്ത്രവും ഉണ്ടാക്കി. പൊന്ന്, നീലനൂൽ, ധൂമ്രനൂൽ, ചുവപ്പുനൂൽ, പിരിച്ച പഞ്ഞുനൂൽ എന്നിവ കൊണ്ട് ഏഫോദുണ്ടാക്കി. നീലനൂൽ, ധൂമ്രനൂൽ, ചുവപ്പുനൂൽ, പഞ്ഞുനൂൽ എന്നിവയുടെ ഇടയിൽ ചിത്രപ്പണിയായി നെയ്യേണ്ടതിന് അവർ പൊന്നടിച്ച് നേരിയ തകിടാക്കി നൂലായി കണ്ടിച്ചു. അവർ അതിന് തമ്മിൽ ഇണച്ചിരുന്ന ചുമൽക്കണ്ടങ്ങളുണ്ടാക്കി. അത് രണ്ടറ്റത്തും ഇണച്ചിരുന്നു. അത് കെട്ടിമുറുക്കുവാൻ അതിന്മേലുള്ളതായി ചിത്രപ്പണിയായ നടുക്കെട്ട് യഹോവ മോശയോട് കൽപ്പിച്ചതുപോലെ അതിൽ നിന്നു തന്നെ അതിന്റെ പണി പോലെ പൊന്ന്, നീലനൂൽ, ധൂമ്രനൂൽ, ചുവപ്പുനൂൽ, പിരിച്ച പഞ്ഞുനൂൽ എന്നിവ കൊണ്ട് ആയിരുന്നു. മുദ്രക്കൊത്തായിട്ട് ഇസ്രായേൽ മക്കളുടെ പേർ കൊത്തിയ ഗോമേദക കല്ലുകളെ അവർ പൊൻതടങ്ങളിൽ പതിച്ചു. യഹോവ മോശയോട് കൽപ്പിച്ചതുപോലെ അവൻ ഇസ്രായേൽ മക്കൾക്ക് വേണ്ടി ഏഫോദിന്റെ ചുമൽക്കണ്ടങ്ങളിന്മേൽ ഓർമ്മക്കല്ലുകൾ വച്ചു. അവൻ ഏഫോദിന്റെ പണി പോലെ ചിത്രപ്പണിയായിട്ട് പൊന്ന്, നീലനൂൽ, ധൂമ്രനൂൽ, ചുവപ്പുനൂൽ, പിരിച്ച പഞ്ഞുനൂൽ എന്നിവ കൊണ്ട് പതക്കവും ഉണ്ടാക്കി. അത് സമചതുരമായിരുന്നു. പതക്കം ഇരട്ടയായി ഉണ്ടാക്കി. അത് ഒരു ചാൺ നീളവും ഒരു ചാൺ വീതിയും ഉള്ളതായി ഇരട്ട ആയിരുന്നു. അവർ അതിൽ 4 നിര രത്നം പതിച്ചു. താമ്രമണി, പീതരത്നം, മരതകം ഇത് ഒന്നാമത്തെ നിര. രണ്ടാമത്തെ നിര മാണിക്യം, നീലക്കല്ല്, വജ്രം. മൂന്നാമത്തെ നിര പത്മരാഗം, വൈഡൂര്യം, സുഗന്ധിക്കല്ല്. നാലാമത്തെ നിര ഗോമേദകം, പുഷ്പരാഗം, സൂര്യകാന്തം. അവ അതതു തടത്തിൽ പൊന്നിൽ പതിച്ചിരുന്നു. ഈ കല്ലുകൾ ഇസ്രായേൽ മക്കളുടെ പേരുകളോടുകൂടെ അവരുടെ പേർ പോലെ 12 ആയിരുന്നു. 12 ഗോത്രങ്ങളിൽ ഓരോന്നിന്റെ പേർ അവയിൽ മുദ്രക്കൊത്തായി കൊത്തിയിരുന്നു. പതക്കത്തിന് ചരടുപോലെ മുറിച്ച് കുത്തുപണിയായി തങ്കം കൊണ്ട് സരപ്പളികളും ഉണ്ടാക്കി. പൊന്നുകൊണ്ട് 2 വളയവും 2 കണ്ണിയും ഉണ്ടാക്കി. വളയം 2 പതക്കത്തിന്റെ 2 അറ്റത്തും വച്ചു. പൊന്നുകൊണ്ടുള്ള 2 സരപ്പളി അവർ പതക്കത്തിന്റെ അറ്റത്ത് 2 വളയത്തിലും കൊളുത്തി. 2 സരപ്പളിയുടെയും അറ്റം 2 അവർ കണ്ണി 2ലും കൊളുത്തി ഏഫോദിന്റെ ചുമൽക്കണ്ടങ്ങളിന്മേൽ മുൻഭാഗത്ത് വെച്ചു. അവർ പൊന്നുകൊണ്ട് വേറെ 2 കണ്ണിയുണ്ടാക്കി പതക്കത്തിന്റെ മറ്റേ 2 അറ്റത്തും ഏഫോദിന്റെ കീഴറ്റത്തിനു നേരെ അകത്തെ വിളുമ്പിൽ വച്ചു. അവർ വേറെ 2 പൊൻകണ്ണിയുണ്ടാക്കി ഏഫോദിന്റെ മുൻഭാഗത്ത് 2 ചുമൽക്കണ്ടങ്ങളിൽ താഴെ അതിന്റെ ഇണപ്പിനരികെ ഏഫോദിന്റെ നടുക്കെട്ടിന് മേലായി വച്ചു. പതക്കം ഏഫോദിന്റെ നടുക്കെട്ടിന് മേലായിരിക്കേണ്ടതിനും അത് ഏഫോദിൽ ആടാതിരിക്കേണ്ടതിനും ദൈവം മോശയോട് കൽപ്പിച്ചതുപോലെ അവർ അത് കണ്ണികളാൽ ഏഫോദിന്റെ കണ്ണികളോട് നീലനാടകൊണ്ട് കെട്ടി. അവൻ ഏഫോദിന്റെ അങ്കി മുഴുവനും നീലനൂൽ കൊണ്ട് നെയ്ത്തുപണിയായി ഉണ്ടാക്കി. അങ്കിയുടെ നടുവിൽ കവചത്തിന്റെ ദ്വാരം പോലെ 1 ദ്വാരവും അത് കീറാതിരിക്കേണ്ടതിന് ചുറ്റും 1 നാടയും വച്ചു. അങ്കിയുടെ വിളുമ്പിൽ നീലനൂൽ, ധൂമ്രനൂൽ, ചുവപ്പുനൂൽ, വിരിച്ച പഞ്ഞുനൂൽ എന്നിവ കൊണ്ട് മാതളപ്പഴങ്ങൾ ഉണ്ടാക്കി. തങ്കം കൊണ്ട് മണികളും ഉണ്ടാക്കി. മണികൾ അങ്കിയുടെ വിളുമ്പിൽ ചുറ്റും മാതളപ്പഴങ്ങളുടെ ഇടയിൽ വച്ചു. ശുശ്രൂഷയ്ക്കുള്ള അങ്കിയുടെ വിളുമ്പിൽ ചുറ്റും 1 മണിയും 1 മാതളപ്പഴവും 1 മണിയും 1 മാതളപ്പഴവും ഇങ്ങനെ യഹോവ മോശയോട് കൽപ്പിച്ചതുപോലെ തന്നെ വച്ചു. അഹരോനും പുത്രന്മാർക്കും പഞ്ഞുനൂൽ കൊണ്ട് നെയ്ത്തുപണിയായ അങ്കിയും, പഞ്ഞുനൂൽ കൊണ്ട് മുടിയും, പഞ്ഞുനൂൽ കൊണ്ട് അലങ്കാരമുള്ള തലപ്പാവും, പിരിച്ച പഞ്ഞുനൂൽ കൊണ്ട് കാൽച്ചട്ടയും, പിരിച്ച പഞ്ഞുനൂൽ, നീലനൂൽ, ധൂമ്രനൂൽ, ചുവപ്പുനൂൽ എന്നിവ കൊണ്ട് ചിത്രത്തയ്യൽ പണിയായ നടുക്കെട്ടും യഹോവ മോശയോട് കൽപ്പിച്ചതുപോലെ തന്നെ ഉണ്ടാക്കി. അവർ തങ്കം കൊണ്ട് വിശുദ്ധ മുടിയുടെ നെറ്റിപ്പട്ടം ഉണ്ടാക്കി. അതിൽ യഹോവയ്ക്ക് വിശുദ്ധം എന്ന് മുദ്രക്കൊത്തായുള്ള
ഒരെഴുത്ത് കൊത്തി. അത് മുടിമേൽ കെട്ടേണ്ടതിന് അതിൽ നീല നൂൽനാട കോർത്തു. യഹോവ മോശയോട് കൽപ്പിച്ചതുപോലെ തന്നെ. ഇങ്ങനെ സമാഗമന കൂടാരമെന്ന തിരുനിവാസത്തിന്റെ പണിയൊക്കെയും തീർന്നു. യഹോവ മോശയോട് കൽപ്പിച്ചതുപോലെയൊക്കെയും ഇസ്രായേൽ മക്കൾ ചെയ്തു. അങ്ങനെ തന്നെ അവർ ചെയ്തു. അവർ തിരുനിവാസം മോശയുടെ അടുക്കൽ കൊണ്ടുവന്നു. കൂടാരവും അതിന്റെ ഉപകരണങ്ങളൊക്കെയും, കൊളുത്ത്, പലക, അന്താഴം, തൂൺ, ചുവട്, ചുവപ്പിച്ച ആട്ടുകൊറ്റൻ തോൽ കൊണ്ടുള്ള പുറമൂടി, തകശു തോൽ കൊണ്ടുള്ള പുറമൂടി, മറയുടെ തിരശ്ശീല, സാക്ഷ്യപ്പെട്ടകം, അതിന്റെ തണ്ട്, കൃപാസനം, മേശ, അതിന്റെ ഉപകരണങ്ങളൊക്കെയും, കാഴ്ചയപ്പം, തങ്കം കൊണ്ടുള്ള നിലവിളക്ക്, കത്തിച്ചു വെപ്പാനുള്ള ദീപങ്ങൾ, അതിന്റെ ഉപകരണങ്ങളൊക്കെയും, വെളിച്ചത്തിന് എണ്ണ, പൊന്നുകൊണ്ടുള്ള ധൂപപീഠം, അഭിഷേക തൈലം, സുഗന്ധ ധൂപവർഗം, കൂടാരവാതിലിനുള്ള മറശ്ശീല, താമ്രം കൊണ്ടുള്ള യാഗപീഠം, അതിന്റെ താമ്രജാലം, തണ്ട്, അതിന്റെ ഉപകരണങ്ങളൊക്കെയും, തൊട്ടി, അതിന്റെ കാൽ, പ്രാകാരത്തിന്റെ മറശ്ശീല, തൂൺ, അതിന്റെ ചുവട്, പ്രാകാരവാതിലിന്റെ മറശ്ശീല, അതിന്റെ കയറ്, കുറ്റി, സമാഗമന കൂടാരമെന്ന തിരുനിവാസത്തിലെ ശുശ്രൂഷയ്ക്കുള്ള ഉപകരണങ്ങളൊക്കെയും, വിശുദ്ധ മന്ദിരത്തിലെ ശുശ്രൂഷയ്ക്കായി വിശേഷ വസ്ത്രം, പുരോഹിത ശുശ്രൂഷയ്ക്കുള്ള അഹരോന്റെ വിശുദ്ധ വസ്ത്രം, അവന്റെ പുത്രന്മാരുടെ വസ്ത്രം, ഇങ്ങനെ യഹോവ മോശയോട് കൽപ്പിച്ചതുപോലെയൊക്കെയും ഇസ്രായേൽ മക്കൾ എല്ലാ പണിയും തീർത്തു. മോശ പണിയൊക്കെയും നോക്കി. യഹോവ കൽപ്പിച്ചതുപോലെ തന്നെ അവർ അത് ചെയ്തു തീർത്തിരുന്നു എന്ന് കണ്ട് മോശ അവരെ അനുഗ്രഹിച്ചു.